ഫ്രണ്ട്സ്, അങ്ങനെ ലീഫ് എന്ന് പറയുന്ന സംരംഭം എന്റെ 2ാം വർഷവും കേക്ക് സെയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചവര് അവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഒരു കുടുംബശ്രീന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് നന്ദി പറയാണ് എല്ലാവർക്കും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് 300 റുപ്പീസ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ കൊല്ലത്തെയും പോലെ അല്ലെങ്കിൽ എല്ലാ കൊല്ലത്തെയും പോലെ പീച്ച് ഡാമിൽ വന്നിരിക്കുന്ന നമ്മൾ അറിയാത്ത ആളുകളെ കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ലോട്ട് പോലെ എടുക്കുന്നു. അതിൽ നിന്നാണ് ആ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. പ്ലസ് അതിനൊപ്പം നമുക്കൊരു ചെറിയ സർപ്രൈസും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 ആളെ കൂടി അതിൽ ആഡ് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 ആളുകൾ അവർക്കാണ് 300 റുപ്പീസ് ക്യാഷ് ബാക്ക്. അടുത്ത 3 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 100 രൂപ വെച്ചിട്ടാണ് ക്യാഷ് ബാക്ക്. ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് പോലെ കണ്ടാൽ മതി. നമ്മൾ ഒരുപാട് ആളുകൾ സഹായിച്ചു, അവരിൽ നിന്ന് എല്ലാവർക്കും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മളൊരു ചെറിയ നറുക്കെടുപ്പിലൂടെ അവരെ തെരഞ്ഞെടുത്ത് അവർക്കൊരു ചെറിയ ക്യാഷ് ബാക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ കണ്ടാൽ മതി. വീണ്ടും പറയാം, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്ന 3 ആളുകളുണ്ടല്ലോ അവർക്കാണ് നമ്മൾ പറഞ്ഞ 300 റുപ്പീസ് ക്യാഷ് ബാക്ക്. അതിനുശേഷം വരുന്ന 3 ആളുകളുണ്ടല്ലോ അവർക്ക് 100 റുപ്പീസ് ആണ് ക്യാഷ് ബാക്ക്. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ബീച്ചിൽ അത്യാവശ്യത്തിന് വിസിറ്റേഴ്സ് ഉണ്ട്. അവരിൽ നിന്ന് നമുക്ക് ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം ലോട്ട് ഇട്ടിട്ട് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് പി ജിയിൽ നമുക്കൊരു പുതിയൊരു ഫാമിലിനെ കിട്ടിയിരിക്കുകയാണ്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവരിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ആളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ 300 റുപ്പീസിലെ ആദ്യത്തെ ആള് ഈ ഫാമിലിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ചേട്ടന്റെ പേര് ശ്രീജിത്ത്. ചേച്ചി ഉണ്ണിയുടെ പേര് ആവണി. ഉണ്ണി ആദിത്യ. വീട് എവിടെയാ? കണ്ടശാങ്കടവ്. ഓക്കെ, കണ്ടശാങ്കടവ് അത്യാവശ്യം നല്ല ദൂരമുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഈ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ 300 റുപ്പീസിലെ ആദ്യത്തെ ആള് ഈ ഫാമിലിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് കൊടുക്കാം. ആരെങ്കിലും ഒരാള് നമ്മുടെ അന്തിക്കാടച്ചനുണ്ട് കേട്ടോ. നമ്മുടെ എന്റെ ചേട്ടന്റെ ഒരു റെക്കമെൻഡേഷൻ വഴിയായിട്ട് വന്നുള്ള ഒരു ചേട്ടനാണ്. അല്ല സോറി, ചേട്ടനല്ല, ഫാദറാണ് അന്തിക്കാടച്ചൻ. ജോസഫ് അന്തിക്കാടച്ചൻ, വടൂക്കര പള്ളിയിലുള്ള അന്തിക്കാടച്ചനാണ് കേട്ടോ ഫസ്റ്റത്തെ ആ ഒരു ക്യാഷ് ബാക്ക്. അന്തിക്കാടച്ചൻ ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഒരുപാട് നന്ദി പറയാണ് നമ്മളെ ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ സഹായിച്ച ശ്രീവിജ് ചേട്ടനും ചേച്ചിക്കും ഫാമിലിക്കും വളരെയധികം സ്നേഹപൂർവ്വം നന്ദി പറയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടീം ആരൊക്കെയാണ്? ഓക്കെ, അടുത്തത് നമുക്ക് അടുത്തൊരു ടീമിന് കിട്ടിയിരിക്കുന്നത് അവര് ഫ്രണ്ട്സ് ആണ് കേട്ടോ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടീമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഇവരാണ് കേട്ടോ നമ്മുടെ 300 റുപ്പീസിലെ 2ാമത്തെ ആളെ തിരഞ്ഞെടുക്കുന്നത്. ഇവരാണ്. ഓക്കെ, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേര് ബിനീഷ, സിയ, വിവിന്യ. വീട് എല്ലാവരും കൂടി ഒരു ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ പീച്ച് ഡാം കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഓക്കെ, അവരിൽ നിന്ന് ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ ലോട്ട് എടുക്കും. 2ാമത്തെ 300 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് ഇവരാണ് നമുക്ക് ലോട്ട് എടുത്ത് നൽകുന്നത്. ഓക്കെ, നമുക്ക് ആരാന്ന് നോക്കാം. പേര് നമ്മുടെ അയൽക്കൂട്ടാണ് കേട്ടോ. മറ്റേ ചേച്ചി പേരെന്താ? ഇപ്രാവശ്യം കണ്ണാറയിലത്തെ അയൽക്കൂട്ടത്തിലുള്ള റെജി ചേച്ചിയുടെ റെക്കമെൻഡേഷൻ വഴിയായിട്ടാണ് നമുക്ക് ആ ഒരു ടീം വന്നിരിക്കുന്നത്. അവർക്കാണ് കേട്ടോ ഇപ്രാവശ്യത്തെ 300 റുപ്പീസ് സെക്കൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത്. അയൽക്കൂട്ടത്തിലെ പേര് ഞാൻ വായിക്കാം. കമല എന്ന് പറയുന്ന ചേച്ചിയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. റെജി ചേച്ചിയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി. അയൽക്കൂട്ടത്തിന് ഒരുപാട് നന്ദി പറയാണ് നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ബീച്ച് ഡാം കാണാൻ വന്ന ഫ്രണ്ട്സിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു കേട്ടോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മൾ 3ാമത്തെ ആളെ തിരഞ്ഞെടുക്കാൻ പോവാണ്. 300 റുപ്പീസ് ക്യാഷ് ബാക്കിന് 3ാമത്തെ ആളെ നമ്മുടെ ചേട്ടനാണ് തിരഞ്ഞെടുക്കുന്നത്. ചേട്ടൻ ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ ആ ഒരു ഇതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. വളരെയധികം സ്നേഹപൂർവ്വം ഓക്കെ റെഡി എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ ചേട്ടനൊന്ന് പരിചയപ്പെടാം. ചേട്ടന്റെ പേര് വിശ്വംഭരൻ. വീട് ചെന്നായിപ്പോറ. ഇവിടെ ഉള്ള ചേട്ടൻ തന്നെയാണ്. ഓക്കെ, ഞാൻ പറയുന്നു 3ാമത്തെ 300 റുപ്പീസ് ക്യാഷ് ബാക്കിൽ 3ാമത്തെ ആള് നമ്മുടെ ചേട്ടനാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിന് ശേഷമാണ് അടുത്ത സെക്ഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ചേട്ടനെ കൊണ്ട് ഒരു ലോട്ട് എടുക്കുക. അലീന അങ്കമാലിയിലുള്ള എന്റെ ഒരു റിലേറ്റീവ് ആണ് കേട്ടോ. റിലേറ്റീവിന്റെ വൈഫ് അവളാണ് വാങ്ങിച്ചിരിക്കുന്നത്.
ഓക്കെ, നെൽസൺ എന്നാണ് പേര്. അവനാണ് 300 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ നെൽസൺ, ഒരുപാട് നന്ദി. അതേപോലെ തന്നെ വിശ്വംഭരൻ ചേട്ടന് ഒരുപാട് നന്ദി. ഞങ്ങളെ ഒരു ചെറിയൊരു ഇതില് ഞങ്ങളെ സഹായിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ ചേട്ടാ, താങ്ക്സ്. ഓക്കെ, ഇനി നമ്മൾ 4ാമത്തെ ആണ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 300 റുപ്പീസിന് 3 കഴിഞ്ഞു. ഇനി വരുന്ന 3 എന്ന് പറയുന്നത് 100 റുപ്പീസ് ക്യാഷ് ബാക്ക് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ആളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആള് അവിടെ വേറെ സ്ഥലത്ത് നിന്ന് ഇപ്പൊ പൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് നല്ലൊരു സീനിക്കായുള്ള ഒരു ഇതിലേക്ക് കൂട്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ആളുടെ പേര് എന്താണെന്ന് ചോദിക്കും. ചേട്ടന്റെ പേര് ഷിബു. വീട് പീച്ചി തന്നെയാണ്. ഓക്കെ, നമ്മുടെ പീച്ചിക്കാരൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് 4ാമത്തെ ആള് കേട്ടോ. 100 റുപ്പീസ് ക്യാഷ് ബാക്കിന്റെ ആദ്യത്തെ ആള് നമ്മുടെ ടോട്ടൽ നറുക്കെടുപ്പിന്റെ 4ാമത്തെ ആള്. ഈ എടുക്കുന്ന ആൾക്ക് 100 റുപ്പീസ് ആണ് കേട്ടോ ക്യാഷ് ബാക്ക്. ഓക്കെ, നമുക്ക് ഷിബു ചേട്ടനെ കൊണ്ടുവരുന്ന എടുക്കുക. ഇവാനിയ കടുപ്പശ്ശേരി എന്ന് നമ്മുടെ ഡാർവിൻ എന്ന് പറയുന്ന അവന്റെ ഉണ്ണിക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ 4ാമത്തെ 100 റുപ്പീസ് ക്യാഷ് ബാക്ക്. ഡാർവിൻ, ഒരുപാട് നന്ദി. നമ്മളെ വീണ്ടും നമുക്ക് വീണ്ടും പർച്ചേസ് അല്ലെങ്കിൽ വീണ്ടും നമ്മളെ സഹായിക്കുന്നതിന്, നമ്മളെ കൺസിഡർ ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഷിബു ചേട്ടന് ഒരുപാട് നന്ദി കേട്ടോ. ഒരു തിരക്കിലും നമ്മളൊപ്പം വന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, അങ്ങനെ നമ്മള് 5ാമത്തെ തെരഞ്ഞെടുക്കാൻ വന്നിരിക്കുകയാണ്. നമുക്കൊരു ഫാമിലിന് കിട്ടിയിട്ടുണ്ട്. പുതിയൊരു ഫാമിലിയാണ്, അവരെ പരിചയപ്പെടണം. ഇത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ 100 റുപ്പീസിലെ 2ാമത്തെ 100 ആണല്ലോ. ഫസ്റ്റ് കഴിഞ്ഞു, 2ാമത്തെ 100. ഒക്കെ നമുക്കൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്, അവരൊന്നും പരിചയപ്പെടാം. എന്റെ പേര് ജിനിദാസ്. വീട് എടമട്ടം. അതേതാ സ്ഥലം? നമ്മുടെ തൃപ്രയാറ്. ഓക്കെ, ചേച്ചി പേര് കുട്ടിയുടെ പേര് ഗൗരികൃഷ്ണ. ഓക്കെ, നമുക്കൊരു ഫാമിലി കിട്ടിയിട്ടുണ്ട്. അവരാണ് നമ്മുടെ 5ാമത്തെ, അതായത് സെക്കൻഡ് 100 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് എടുക്കുന്ന വിവരമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം. അവിടെ നെവിലി ആമ്പല്ലൂർ. ഓക്കെ, ആമ്പല്ലൂരിലുള്ള ചേച്ചിയാണ്. ഒരുപാട് തന്നെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പറയാണ്. അതേപോലെ തന്നെ ഈ ഫാമിലിക്ക് ഇടമുട്ടം ഈ ഫാമിലിക്ക് നമ്മളെ പുതിയതായിട്ടാണ് കാണുന്നത്. അവര് യെസ് പറഞ്ഞു, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അവർക്ക് ഒരുപാട് നന്ദി പറയാണ് ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരുപാട് നന്ദി. ഓക്കെ, നമ്മൾ 6ാമത്തെ ആളെ തെരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് 2 ഓഫീസേഴ്സിനാണ് കിട്ടിയിരുന്നത്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണ്. അവര് പോകുമ്പോൾ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചാണ്. ഓക്കെ, റെഡി. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ സ്നേഹപൂർവ്വം റെഡി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റത്തെ 100 റുപ്പീസിൽ ലാസ്റ്റത്തെ ആള് ആരാണെന്നുള്ളത് നമുക്ക് ലോട്ടേ കരുതാം. സാറിന്റെ പേര്? മാത്യു. വീട്? കൊട്ടേക്കാട്. ഇവിടെ അടുത്തുണ്ട്, തൃശ്ശൂർക്കാരൻ തന്നെ. നടന്ന പേര്? അഫീഫ. വീട്? ചാവക്കാട്. ഓക്കെ, രണ്ടുപേരും തൃശ്ശൂർക്കാർ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇവരിൽ നിന്ന് ആ ലാസ്റ്റത്തെ ആള്, ആ 100 റുപ്പീസിന്റെ ലാസ്റ്റത്തെ ആള് ആരാണെന്ന് നമുക്ക് നോക്കാം. അജീന നമ്മുടെ ചേലൂരുള്ള അജീനക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അമ്മാടത്താണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ അമ്മാടത്തേക്ക് ഓക്കെ, അമ്മാടത്താണ് ഞാൻ കൊണ്ടു കൊടുത്തത്. ഓക്കെ, അവർക്കാണ് ലാസ്റ്റ് 100 റുപ്പീസിന്റെ ഒരു ക്യാഷ് ബാക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അജീന, സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. അതേപോലെ തന്നെ 2 ഓഫീസേഴ്സിനും വളരെ സ്നേഹപൂർവ്വം നന്ദി പറയാണ്. മാഡത്തിന് നന്ദി. ഇദ്ദേഹം നല്ല കായവറവ് കേക്ക് ഉണ്ടാക്കുന്ന ആളാന്ന് ഞാൻ അറിഞ്ഞു, കണ്ടിട്ടുണ്ട്. അത് വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഓർഡർ കൊടുക്കുന്നത് പ്രത്യേകം ഞങ്ങൾ പറയാണ്. കഴിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാകും നമുക്ക് ഇയാൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. കഴിച്ചതുകൊണ്ടുള്ള മാത്രം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 2025 കേക്ക് സെയിലിന്റെ എല്ലാ ഭാഗ്യശാലികളും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരൊക്കെയാണ് ആ ഭാഗ്യശാലികൾ എന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തികാടച്ചനാണ്. വടിയൂക്കരയിലുള്ള ജോസഫ് അന്തികാടച്ചനാണ് കിട്ടിയിരിക്കുന്നത്. 2ാമത്തെ ആള് കുടുംബശ്രീ, കണ്ണാറയിലെ കുടുംബശ്രീയിലുള്ള ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്, റിജി ചേച്ചി, ആ റെക്കമെൻഡേഷനിൽ വന്നത്. 3ാമത്തെ ആൾ നോക്കുകയാണെങ്കിൽ നെൽസന്റെ വൈഫ് അലീന, അങ്കമാലിയിലുള്ള അലീനയ്ക്കാണ്. ഇവർ 3 പേർക്കാണ് 300 റുപ്പീസ് ക്യാഷ് ബാക്ക്. അടുത്ത് നമ്മൾ പറഞ്ഞ 100 റുപ്പീസിന് ക്യാഷ് ബാക്ക് വന്നിരിക്കുന്നത് കരാഞ്ചിറയിലുള്ള ഇവാനിയക്കാണ്. ഇവാനിയ ഡാർവിനാണ്, ചെറിയ കുട്ടിയാണ്. അവൾക്കാണ് 4ാമത്തെ 100 റുപ്പീസ്. അടുത്ത് വരുന്നത് നമ്മുടെ കോടാലിയിലുള്ള നെബിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിക്കാണ്, നെബിലി മാത്യു. അവർക്ക് ആണ് 5ാമത്തെ കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റത്തെ കിട്ടിയിരിക്കുന്നത് അജീനയ്ക്കാണ്, അമ്മാടത്തുള്ള അജീനയ്ക്കാണ് കേട്ടോ ലാസ്റ്റത്തെ 100 റുപ്പീസ് കിട്ടിയിരിക്കുന്നത്. ഇവര് എന്തായാലും നമ്മൾ GPay ആണ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഇന്ന് തന്നെ GPay ഒക്കെ ചെയ്ത് അതിനുശേഷം
നമ്മൾ ഫുള്ള് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എങ്ങനെ പോയാലും ഇതിനകത്ത് ഉണ്ട്, നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരിക്കും. ഇത് ഫുള്ള് നമ്മൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ്. നമ്മൾ രണ്ടാമത്തെ കൊല്ലം വളരെയധികം നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ സീസണലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കായ വറുത്തതിന്റെ കാര്യങ്ങളായാലും കേക്കിന്റെ കാര്യങ്ങളായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ എങ്ങനെ പോലും നമ്മൾ താഴോട്ട് നിൽക്കില്ല. ആ ക്വാളിറ്റി എങ്ങനെ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ റീസണബിൾ പ്രൈസും അതിൽ നോക്കുന്നതായിരിക്കും. മാക്സിമം നമ്മൾ വീടുകളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു സംരംഭത്തെ, ലീഫ് എന്ന് പറയുന്ന ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ്, ഫാമിലീസ്, റിലേറ്റീവ്സ്, അതേപോലെ തന്നെ അയൽക്കൂട്ടങ്ങള്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ പീച്ചിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പീച്ചിലുള്ള എന്റെ അയൽവാസികള്, അല്ലെങ്കിൽ എന്താ പറയാ പീച്ചി നാട്ടുകാര്, പുറത്തുനിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയായിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ്.